വിഖ്യാത അമേരിക്കൻ നടൻ റോബർട്ട് ഡൗണി സീനിയറിന്റെ ഇളയ മകനായിരുന്നു റോബർട്ട് ഡൗണി ജൂനിയർ. 5-ാമത്തെ വയസ്സിൽ സിനിമയിലിറങ്ങിയ റോബർട്ട് 22-ാമത്തെ വയസ്സിൽ പിക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന സിനിമയിലൂടെ നായകനുമായി. ചാപ്ലിൻ എന്ന സിനിമയിലെ അഭിനയത്തിന് ഓസ്കാർ നോമിനേഷനും റോബർട്ടിനെ തേടിയെത്തി. എന്നാൽ 8-ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ ലഹരിമരുന്ന് ഉപയോഗം റോബർട്ട് അറിയാതെ അയാളുടെ ജീവിതത്തെയും പ്രൊഫഷണൽ ലൈഫിനെയും നശിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ലഹരിയെ കൈവിടിയാൻ റോബർട്ട് തയ്യാറായില്ല. 1996-ൽ കൊക്കൈൻ്റെ ലഹരിയിൽ നഗ്നനായി തോക്കും പിടിച്ച് അമിത വേഗത്തിൽ കാർ ഓടിച്ചതിന് റോബർട്ട് അറസ്റ്റിലായി. 1996-നും 2001-നും ഇടയിൽ ലഹരി ഉപയോഗത്തിനും അതിക്രമങ്ങൾക്കും 5 തവണ റോബർട്ട് ജൂനിയറിനെ അറസ്റ്റ് ചെയ്തു. വിവാദങ്ങളും ജയിലിൽ സഹതടവുകാരിൽ നേറ്റുവാങ്ങേണ്ടി വന്ന കൊടിയ മർദ്ദനവും റോബർട്ടിനെ ആകെ മാറ്റി. ഒരു സൂപ്പർ സ്റ്റാറിന്റെ പദവിയിൽ നിന്ന് ജയിലഴിക്കുള്ളിലെ ഒരു തടവുകാരനായി റോബർട്ട് മാറിയത് റോബർട്ടിനെ വല്ലാതെ ഉലച്ചു. ലഹരിയിൽ നിന്നും ജയിലിൽ നിന്നുമൊക്കെ പുറത്തു കടന്നെങ്കിലും അപ്പോഴേക്കുമെല്ലാം നഷ്ടമായിരുന്നു. ചെറിയ റോളുകൾക്കായി സിനിമാ നിർമ്മാണ കമ്പനികളുടെ വാതിലുകളിൽ അയാൾ കാത്തുനിന്നു. ഒരു കാലത്തെ സൂപ്പർ സ്റ്റാറാണ്. എന്നാൽ നിരാശയായിരുന്നു ഫലം. ആത്മവിശ്വാസവും പ്രതീക്ഷയും കൈവിടാൻ തയ്യാറാകാതിരുന്ന റോബർട്ട് പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. 2008-ൽ മാർവലിന്റെ മുഖമായി മാറിയ അയാൾ അയൺമാൻ എന്ന സിനിമയിലൂടെ നഷ്ടമായതെല്ലാം തിരിച്ചുപിടിച്ചു. നിലവിൽ ലോകമെമ്പാടും ആരാധകരുള്ള ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളാണ് റോബർട്ട് ഡൗണി ജൂനിയർ. ഇത് പറയാൻ കാരണം ഇന്ന് പരാജയപ്പെട്ടവർക്കായുള്ള രാജ്യാന്തര ദിനമാണ്. പരാജയങ്ങളിൽ നിന്നും പാഠം പഠിച്ച് വിജയം കൈവരിക്കുകയാണ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. എല്ലാം നഷ്ടമായിടത്തു നിന്നും റോബർട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, എല്ലാം നഷ്ടമായ ഇടങ്ങളിൽ നിന്ന് വാൾട്ട് ഡിസ്നിക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമായിരുന്നെങ്കിൽ, എഴുതിത്തള്ളിയ ഇടങ്ങളിൽ നിന്ന് തോമസ് ആൽവാ എഡിസന് ഇത് സാധ്യമായിരുന്നെങ്കിൽ, വളർച്ചാക്കുറവുള്ള ഹോർമോൺ ഉണ്ട് എന്ന കുറ്റപ്പെടുത്തലിൽ നിന്ന് തിരിച്ചുവരലിനും മെസ്സിക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ, പരാജയം ഒന്നിനും അവസാനമല്ലെന്നും തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോയാൽ വിജയം അകലെയല്ലെന്നുമാണ് റോബർട്ടിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. തോൽവികളിൽ തളരരുത്.